നമസ്കാരം. ഇന്ന് തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വകാര്യ വസതിയിൽ ED നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തോതിലുള്ള അക്രമങ്ങളാണ് നടന്നത്. രാവിലെ റെയ്ഡ് ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള ജനക്കൂട്ടമാണ് ഇവിടേക്ക് എത്തിയത്. ഇവരെ നയിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും അവിടെ എത്തിയിരുന്നു. തുടർന്ന് അവർ EDക്കും കേന്ദ്ര സർക്കാരുമൊക്കെ എതിരായി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലായി ഈ റെയ്ഡ് അവസാനിച്ച് ED ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ അവിടെ നടന്നത്. അവിടെ തങ്ങിക്കൂടിയ പ്രവർത്തകർ ED ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ തല്ലിത്തകർത്തു. വലിയ ഇഷ്ടിക എടുത്ത് ഈ വാഹനത്തിലേക്ക് എറിയുന്നുണ്ടായിരുന്നു. തുടർന്ന് വലിയ തോതിൽ അക്രമങ്ങൾ നടന്നു. ഒരു വാഹനത്തിൻ്റെ ഡ്രൈവറിന് പരിക്കേറ്റു, ED ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഒരു സ്ഥിതിഗതികൾ അവിടെ നടക്കുമ്പോഴൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സംസ്ഥാനതല നേതാക്കൾ പോലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനല്ലാതെ ഇതിനെ പിന്തിരിപ്പിക്കാൻ ആരും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് ഇവിടെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇപ്പോൾ ആകെ തോറ്റ് നാണം കെട്ട് നിൽക്കുന്ന CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില രക്തസാക്ഷികളെ ആവശ്യമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ തോതിലുള്ള കലാപം സൃഷ്ടിച്ച് ഒരു പക്ഷേ CRPF ജവാന്മാർ യന്ത്രത്തോക്കുകളുമായി ഈ ED ഉദ്യോഗസ്ഥന്മാർക്ക് കാവലായി അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രകോപനമുണ്ടാക്കി അവരെ കൊണ്ട് ഒരുപക്ഷെ ഒരു വെടിവെപ്പ് തന്നെ നടത്തി രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണോ, അതായത് മറ്റൊരു കൂത്തുപറമ്പ് കൂടി സൃഷ്ടിക്കാനാണോ ഇവർ ശ്രമിച്ചത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. 1994 അന്ന് മന്ത്രിയായിരുന്ന MV രാഘവനെ തടയാനെത്തിയ DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് നിരവധി DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ടത്. അന്ന് മന്ത്രിയായിരുന്ന MV രാഘവനെ തടയാനെത്തിയ CPM പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിനെ തുടർന്നാണ് പലരും കൊല്ലപ്പെട്ടതും അതുപോലെ പുഷ്പൻ എന്ന ഒരു പാർട്ടി പ്രവർത്തകൻ മരണം വരെ കിടക്കയിലായതുമൊക്കെ. അതുപോലെ ഒരു രംഗം സൃഷ്ടിച്ച് സഹതാപ തരംഗം നേടിയെടുക്കാനാണോ ഇവർ ശ്രമിച്ചത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. മാത്രമല്ല, തലസ്ഥാന നഗരത്തിലെ സെക്രട്ടേറിയറ്റിന് വളരെ അടുത്തായിട്ടാണ് പിണറായി വിജയൻ്റെ വാടക വീട്. ഇത് തിരുവനന്തപുരത്തെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള റിസർവ് ബാങ്കിൻ്റെ ഓഫീസിനോട് ചേർന്നാണ് ഈ വീടുള്ളത്. വളരെ വീതി കുറഞ്ഞ ഇടുങ്ങിയ ഒരു വഴിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കാണ് ഇത്രയും പ്രവർത്തകർ ഇരച്ചെത്തിയത്. ഇവരെ എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇപ്പോഴും കേരള പോലീസിലുള്ളത് പിണറായി പോലീസാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്തെ തന്ത്രപ്രധാനമായ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഭരിക്കുന്നത് ഇപ്പോഴും പിണറായി വിജയൻ നിയമിച്ച അദ്ദേഹത്തിൻ്റെ അസ്മാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ഒരാളാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ ചുമതല വഹിക്കുന്നത്. ഈ സ്റ്റേഷനുകളിലൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് രാവിലെ മുതൽ തന്നെ ഇവിടെ ആളുകൾ ഇങ്ങനെ നിറയുന്നതും ഇവർ അക്രമാസക്തമായ രീതിയിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതൊന്നും കണ്ടില്ലേ എന്ന് സ്വാഭാവികമായ ചോദ്യമുണ്ട്. ഇവിടെ വീണ്ടും ഒരു സംശയം നമുക്ക് തോന്നുന്നത് ഇത് പിണറായി പോലീസും ഈ പാർട്ടി നേതാക്കളും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണോ ഈ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയത് എന്നാണ്. ED ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരാണ്. അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരെ വധിക്കാൻ തന്നെ ശ്രമിക്കുകയും ചെയ്ത ഈ സംഭവത്തിൽ പ്രതികളെ പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ് കേരള പോലീസ്. ഈ ആക്രമണത്തിൽ പങ്കെടുത്ത പലരും CPMൻ്റെ തന്നെ തിരുവനന്തപുരത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിലെ ഉള്ളിൽ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടേക്ക് എത്തിയ പോലീസിനെ നേതാക്കൾ തടയുകയായിരുന്നു. ഈ പാർട്ടി ഓഫീസിലേക്ക് കടക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളിവിടെ ഓർക്കേണ്ടുന്നൊരു കാര്യം, CPM വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയൻ തന്നെ വല്ലാതെ ഭീതിയിലാണ് എന്നതിന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പതിന് ശേഷം പിന്നീട് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടത് ഇന്നാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമുക്കറിയാം പേടിച്ച് വിറച്ച് വരേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. കാരണം അതിരാവിലെ കണി കണ്ടത് ED ഉദ്യോഗസ്ഥന്മാരെയാണ്. അവരുടെ മുന്നിൽ പോയി ഇരുന്ന് മൊഴി കൊടുക്കേണ്ടി വന്നു. മാത്രമല്ല, പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇടപെടലുണ്ടാകുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അങ്ങനെ മാനസികമായും ശാരീരികമായൊക്കെ തന്നെ ആകെ തളർന്നിരിക്കുന്ന പിണറായി ഒരു പക്ഷേ ഈ ഒരു രംഗം സമാധാനിപ്പിക്കാൻ പോലും അദ്ദേഹം ശ്രമിച്ചില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അവിടെ കൂടിയ CPM നേതാക്കന്മാരാകട്ടെ ചിലരാകട്ടെ ഉച്ചയോട് കൂടി ഞങ്ങൾ പിരിഞ്ഞു പോകണം, പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞെങ്കിലും വലിയൊരു വിഭാഗം നേതാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഇവരൊക്കെ പാർട്ടി പ്രവർത്തകർ തന്നെയാണോ എന്ന് പോലും സ്വാഭാവികം സംശയിക്കേണ്ടതുണ്ട്. ഏതായാലും വലിയ തോതിലുള്ളൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊരു കൂത്തുപറമ്പ് ആവർത്തിക്കാൻ തന്നെയാണ് ഒരു വിഭാഗം CPM നേതാക്കൾ ശ്രമിച്ചത് എന്ന് വേണം കരുതാൻ. കാരണം നഷ്ടപ്പെട്ട ഇമേജ് എങ്ങനെയും വീണ്ടെടുക്കുക, രക്തസാക്ഷികളുടെ ചോരയിൽ വീണ്ടും അതിന് വില പറഞ്ഞ് ജനമനസ്സുകളിലേക്ക് വീണ്ടും തിരികെ കയറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർക്ക് നേരിടുന്ന ലാത്തി ചാർജ് നമുക്ക് ഓർമ്മയുണ്ട്. അന്നും അവിടെ സംശയാസ്പദമായ രീതിയിൽ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും തലസ്ഥാന നഗരിയിൽ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന
ഒരു മേഖലയിൽ അവിടെ CPM പ്രവർത്തകർ ഇത്രയും അഴിഞ്ഞാടിയിട്ടും ഇവരെ എന്തുകൊണ്ട് നിയന്ത്രിച്ചില്ല എന്നുള്ളതിന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ ഇക്കാര്യം വിശദമായി അന്വേഷിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. കൂടാതെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ED ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിൽ അതിക്രൂരമായി ആക്രമിച്ച ഈ സംഭവത്തെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും കേരളത്തിൽ കലാപം അഴിച്ചുവിടാനുള്ള CPMൻ്റെ ഒരു നീക്കം ഒരുപക്ഷേ EDയുടെ വളരെ ബുദ്ധിപൂർവമായ ഇടപെടലിലൂടെ ഇല്ലാതായി എന്ന് തന്നെ വേണം കരുതാൻ. എങ്കിലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടക്കുക, അതും CPMുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയുടെ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് CPMൽ അംഗത്വം ഒന്നും തന്നെ ഉള്ള ആളല്ല. അങ്ങനെയുള്ള ഒരാളിന് വേണ്ടി എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ പുറത്തു നിന്നെത്തി? അത് ഇവർ വാടകയ്ക്കെടുത്തവരാണോ എന്നറിയില്ല. കാരണം പാർട്ടി അണികൾ ഇപ്പോൾ ഇവർ സമരത്തിന് വിളിച്ചാൽ എന്ന് തന്നെ പോകുന്ന പതിവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ വന്ന വ്യക്തികൾ ആരാണ്, ഇവർ തീവ്രവാദ സംഘടനകളുമായി വല്ല ബന്ധമുള്ളവരാണോ എന്നുള്ള കാര്യം പോലും അന്വേഷിക്കേണ്ടതുണ്ട്. എല്ലാ മാധ്യമങ്ങളുടെ കൈവശവും ഇവരുടെ ദൃശ്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കേരള പോലീസിന് അവർ മനസ്സ് വെച്ചാൽ ഇവരെ എല്ലാവരെയും തൂക്കി അകത്താക്കാനും ഇവരിൽ നിന്ന് ഈ തകർത്തു തള്ളിയ ഈ വാഹനങ്ങളുടെ നഷ്ടപരിഹാരം ഈടാക്കാനും കഴിയും എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.